തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഗണഗീതം പാടി BJP പ്രവർത്തകർ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയായിരുന്നു ഗണഗീതം ആലപിച്ചത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിന്, എന്താണ് വിശദാംശം? സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് BJP സംസ്ഥാന നേതാക്കളും ഒപ്പം തന്നെ കൗൺസിലർമാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ RSS ശാഖയിൽ ആലപിക്കുന്ന ഗണഗീതം തിരുവനന്തപുരം കോർപ്പറേഷന് അകത്ത് ആലപിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനെതിരെ LDF-ന്റെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും പ്രവർത്തകരും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ ഇത്തരത്തിൽ RSS അജണ്ടകൾ, RSS താല്പര്യമുള്ള ഗാനങ്ങൾ ഉൾപ്പെടെ പാടി കോർപ്പറേഷന്റെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ആരോപണമാണ് ഇടതുപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. കോർപ്പറേഷന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അയ്യപ്പ നാമം ജപിച്ച് ഉള്ള സത്യപ്രതിജ്ഞ ഉൾപ്പെടെ പലരും നടത്തിയത്. കോൺഗ്രസ് അംഗങ്ങളും BJP അംഗങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് RSS ശാഖയിൽ പാടുന്ന ഗണഗീതം BJP പ്രവർത്തകർ കോർപ്പറേഷനകത്ത് വിളിച്ചത്. ഇത്തരത്തിലുള്ള പതിവ് സാധാരണ ഇല്ലാത്തതാണ്. ഇത്തവണയാണ് ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ അത് BJP പിടിച്ചെടുക്കുന്നത്. 50 സീറ്റാണ്, 101 വാർഡുകളിൽ 50 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. അതിന് തൊട്ട് പിന്നാലെ നടന്ന സത്യപ്രതിജ്ഞയിലാണ് ഈ RSSന്റെ ഗണഗീതം BJP പ്രവർത്തകർ കോർപ്പറേഷനകത്ത് ആലപിച്ചത്.